ഗൈസ്, ഐഫോണിൽ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പല ഫീച്ചേഴ്സും ഓൾറെഡി ഈ 25,000 രൂപയുടെ താഴെയുള്ള സ്മാർട്ട് ഫോണിൽ വന്നു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ക്യാമറ കൺട്രോൾ അല്ല, ഇതൊരു ബട്ടനാണ്. പക്ഷെ ബട്ടൺ അല്ല, കാരണം അമർത്താൻ പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും. ഒന്നല്ല, നിങ്ങൾക്ക് 2 ബട്ടൺ കിട്ടും. സാധാരണക്കാരുടെ എക്സ്ട്രാ കപ്പാസിറ്റീവ് ബട്ടൺ, ഗെയിമേഴ്സിന് അത് എയർ ട്രിഗർ. പുറകിൽ കണ്ടോ താളത്തിനൊത്ത് കത്തി കളിക്കുന്ന 6GB ലൈറ്റുകൾ. ഈ ഫോൺ വെച്ച് വേറെ ഫോൺ ചാർജ് ആക്കാം വയർലെസ് ആയിട്ട്. ആൻഡ് ഡിസ്പ്ലേക്ക് ഇടയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും. എല്ലാ സൈഡും ഫ്ലാറ്റ് ആണ്. ആൻഡ് ബാക്ക് സൈഡ് ഒരു ട്രാൻസ്പെറന്റ് ഡിസൈൻ. നമ്മുടെ നത്തിങ് ഫോണൊക്കെ പോലെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ബോക്സിൽ കേസും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും. ചാർജിംഗ് സ്പീഡ് ലോക്ക് സ്ക്രീനിൽ നിന്ന് നമ്മൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വേണേൽ കാർഡ് ആഡ് ചെയ്ത് ടാപ്പ് ആൻഡ് പേയും ചെയ്യാം. NFC ഉണ്ട്. പല ഫോണുകളിലും കാണാത്ത വയർഡ് ഇയർഫോൺ കുത്തിക്കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന FM റേഡിയോ ഉണ്ട്. മുകളിലായി IR ബ്ലാസ്റ്ററും. ആൻഡ് ഈ പ്രൈസിന് അസാധ്യമായി തോന്നിയ ഒരു കാര്യം ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വൈബ്രേഷനെ. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള 1.5K റെസൊല്യൂഷൻ ഉള്ള 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ഫ്ലാറ്റ് ആണ്. ഗെയിമേഴ്സിന് വേണ്ടി കുറേ നേരം ഗെയിം കളിച്ചാൽ കണ്ണിന് പ്രശ്നം വരാതിരിക്കാനായിട്ട് ഫ്ലിക്കറിംഗ് കുറയ്ക്കാനായി 2304 ഹെർട്സിന്റെ PWM ഡിമ്മിങ്ങും. അതിനുപരി മുകളിലായി Gorilla Glass 7iന്റെ പ്രൊട്ടക്ഷനും. അതിന്റെ മുകളിൽ ഓൾറെഡി സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ കണ്ടുവരുന്ന 256GB UFS 4.0 സ്റ്റോറേജ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് either 8GB അല്ലെങ്കിൽ 12GB LPDDR5X RAM. യെസ്, ഫ്ലാഗ്ഷിപ്പിലെ പോലെ. അൺടോൾഡ് സ്കോർ ചെക്ക് ചെയ്ത് നോക്കി, ഏകദേശം 1.4 മില്യൺ അടുത്ത്. കാരണം ഇതിനകത്തുള്ള Dimensity 8350 അൾട്ടിമേറ്റ് ചിപ്സെറ്റ്. സ്മൂത്ത് ആയ ഗെയിം പ്ലേ ആണ്. BGMI ഉണ്ടാക്കിയ ക്രാഫ്റ്റൺ അവർ തന്നെ ഒഫീഷ്യലി 120 FPS BGMI കളിക്കാൻ പറ്റുമെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കളിച്ചു നോക്കുകയും ചെയ്തും സ്മൂത്തായി കളിക്കാം. ബട്ട് പ്രൊലോങ്ഡ് ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ബാക്ക് സൈഡിൽ ചെറിയൊരു ഹീറ്റിംഗ് അനുഭവപ്പെട്ടു. ബട്ട് ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടി ഇതിനകത്ത് 5400 mm² വേപ്പർ ചേമ്പർ കൂളിംഗും ഉണ്ട്. ആൻഡ് വെടിവെപ്പ് ഗെയിമുകൾ കളിക്കുമ്പോൾ ഗെയിം ട്രിഗേഴ്സ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെടിയുണ്ട പോകുന്ന ഒരു ഫീൽ കിട്ടാനായി ഞാൻ പറഞ്ഞ പോലെ ഒരു X ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടർ ഇതിനകത്തുണ്ട്. നല്ല രസമാണ്. ആൻഡ് ഗൈറോ ഉപയോഗിച്ച് കളിക്കുന്നവർക്ക് ഇതിനകത്ത് 6 ആക്സിസ് ഗൈറോയും. ഗെയിമേഴ്സിന് വേണ്ടി തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയത് വൈഫൈയും മൊബൈൽ ഡേറ്റയും ഉണ്ടെങ്കിൽ വൈഫൈയോ മൊബൈൽ ഡേറ്റയോ സ്പീഡ് കുറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള AI യൂസ് ചെയ്തുള്ള നെറ്റ്വർക്കിന്റെ പരിപാടി. ഓൾസോ ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് മോഡ് ഓൺ ആക്കാം. ഗെയിം കളിക്കുമ്പോൾ മറ്റുള്ളവർ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമല്ല AI മാജിക് ബോക്സ്. ഡയലോഗുകൾ മാത്രം ബൂസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ഞെക്കി പിടിച്ച് ഓടി തളർന്ന് തമ്പ് വെക്കുവാണെങ്കിൽ ആ തമ്പ് അവിടെ ലോക്ക് ചെയ്യാം. ഗെയിമിൽ എന്തെങ്കിലും ഐറ്റം പിക്ക് ചെയ്തു എന്ന് വിചാരിച്ചു, പിക്ക് ചെയ്യണ ബട്ടൺ ഞെക്കാൻ മറന്നുപോയോ, ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്യാനുള്ള പരിപാടികളും. പിന്നെ ഈ എയർ ട്രിഗർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഏത് ബട്ടനാണോ ഞെക്കേണ്ടത് ആ ഒരു ബട്ടണിലേക്ക് ക്രോസ് ഹെയർ കൊണ്ട് വെച്ച് നിങ്ങൾക്ക് ബട്ടണുമായി മാപ്പ് ചെയ്യാം. അത് ഞെക്കുമ്പോൾ വൈബ്രേഷൻ ഫീഡ്ബാക്ക് വേണോ, അത് ഞെക്കുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈറ്റ് വേണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും. പ്ലസ് ഗെയിം കളിക്കുമ്പോൾ പെർഫോമൻസ് മോഡ് വേണോ, ഇക്വിലിബ്രിയം വേണോ എന്നൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ സൈഡ് പാനലുണ്ട്. പ്ലസ് ഗെയിമിന് പുറത്തും ഈ ട്രിഗേഴ്സ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ ഗെയിം ഓപ്പൺ ചെയ്യണോ, ഇത് രണ്ടും ഞെക്കി പിടിച്ചാൽ കസ്റ്റമൈസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യണോ, അതിനെ കസ്റ്റമൈസ് ചെയ്യാം. ക്യാമറ ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഷട്ടർ ബട്ടണായിട്ട് യൂസ് ചെയ്യണോ, യൂസ് ചെയ്യാം. 5500 mAh ബാറ്ററി ഇതിനകത്തുണ്ട്. നോർമൽ യൂസിൽ ഡെഫിനറ്റ്ലി 1 day ലാസ്റ്റ് ചെയ്യും. ബട്ട് ഗെയിമേഴ്സ് ആണോ ബാറ്ററിയിലാണ് കളിക്കുന്നതെങ്കിൽ 1 or 2 times ഒരു ദിവസം ചാർജ് ചെയ്യേണ്ടി വരും. ആ ടെൻഷൻ ഒഴിവാക്കാൻ ചാർജറിൽ ഡയറക്റ്റ് കുത്തി കളിക്കാം, പ്രശ്നമൊന്നുമില്ല. ബൈപാസ് ചാർജിങ് മോഡ് ഉണ്ട്, അത് ഓണാക്കാം. അതായത് ചാർജറിൽ നിന്ന് മദർ ബോർഡ് ഡയറക്റ്റ് കറണ്ട് വലിച്ചോളും ബാറ്ററിനെ സേവ് ചെയ്യാൻ വേണ്ടി. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചാർജർ എത്തുമ്പോൾ ഗെയിം ട്രിഗർ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ക്യാമറ കൺട്രോൾ പോലെയല്ല, അത്യാവശ്യം ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിലാണ് വെച്ചേക്കുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്തില്ല. ആക്സെന്റ് കളറിൽ നിങ്ങൾക്കൊരു പവർ ബട്ടൺ കാണാം. ബാക്ക് സൈഡിലെ ഈ സാധനത്തിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 30 വാട്ട് വരെ. മുകളിലും താഴെയുമായിട്ട് നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. ബാക്ക് സൈഡ് ചെറിയൊരു വൈബ്രേഷനൊക്കെ പോലെ തോന്നുന്നുണ്ട്, ഒരു ഫീൽ വരുന്നുണ്ട്. ഹൈ റെസ് സർട്ടിഫൈഡും ആണ്. ബട്ട് ഒരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. സോ ടൈപ്പ് സി ഹെഡ്ഫോൺ യൂസ് ചെയ്യുക, അഡാപ്റ്റർ യൂസ് ചെയ്യുക. ബാക്കിലുള്ള ലൈറ്റ് കത്തുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറ മോഡ്യൂളിന് ചുറ്റും ചുമപ്പ് ലൈറ്റ് ഉണ്ടെന്ന്. ബട്ട് അത് ലൈറ്റ് ഇല്ല, അത് ആക്സെന്റ് ആണ്. 2 ക്യാമറാസ്, 108 MP പ്രൈമറി ക്യാമറ. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് വലിയ ക്യാമറ പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് ഡീസെന്റ് ആയിട്ട് തിരക്കേടില്ലാത്ത ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറ സാമ്പിൾസ് കണ്ടു നോക്കൂ. ഹ്യൂമൻ സബ്ജക്ട്സിൽ ചെറിയൊരു സ്കിൻ ടോൺ വ്യത്യാസം തോന്നാം. പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ കട്ടൗട്ട് പലപ്പോഴും ശരിയാവാത്ത പോലെ തോന്നാം. ബട്ട് ബാക്കിയുള്ള നേച്ചറും ആകാശവും ബിൽഡിങ്ങും ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. സോ ഇറ്റ്സ് നോട്ട് എ ക്യാമറ സെൻട്രിക് ഫോൺ, ബട്ട് ഡീസെന്റ് ക്യാമറ. കൂടെ 8 MP അൾട്രാ വൈഡ് ക്യാമറയുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ല. നേച്ചറൊക്കെ എടുക്കുമ്പോൾ ഡൈനാമിക് റേഞ്ചിനൊന്നും പ്രശ്നമില്ല. ബട്ട് ഞെട്ടിച്ച കാര്യം എന്താ അറിയോ, ഈ ഫോണിൽ ഈ പ്രൈസിൽ
4K 60 FPS സ്മൂത്തായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോസ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫോട്ടോനേക്കാളും ഭേദമായിട്ടുള്ളൊരു വീഡിയോ എന്ന് തന്നെ പറയാം. എന്നാൽ 4K 60 FPS പലപ്പോഴും വീഡിയോസിൽ ഫ്രെയിം ഡ്രോപ്പുകൾ കാണുന്നുണ്ട്. 4K 30 FPS നല്ലപോലെ കാണുന്നുണ്ട്. ബട്ട് കളർ റീപ്രൊഡക്ഷനും സ്കിൻ ടോൺസ് ഒക്കെ വീഡിയോയിലാണ് ഫോട്ടോനേക്കാളും കുറച്ചുകൂടി ഭേദം. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ. സെൽഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നോർമലി എടുക്കുമ്പോൾ കുഴപ്പമില്ല. പോർട്രേറ്റിൽ ഇവിടെയും എഡ്ജ് ഡിറ്റക്ഷൻ ലേശം പാളുന്നുണ്ട്. എന്നാൽ ഫ്രണ്ടിലും 4K 30 FPS സെൽഫി വീഡിയോ എടുക്കാൻ പറ്റും. സ്റ്റേബിൾ ആയിട്ടുള്ള, അത് തന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് തിങ്. ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗാലറി ആപ്ലിക്കേഷൻ തപ്പുമായിരുന്നു, കണ്ടില്ല. പിന്നെ മനസ്സിലായി ഗാലറി ജിയിലാണല്ലോ നമ്മൾ തപ്പുന്നത്. ജി അല്ല, ഇത് എയിലാണ്. AI ഗാലറി. എന്താ AI? ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഫോട്ടോനെ നമ്മൾക്ക് ബാക്കിയുള്ള സ്ഥലം ഫില്ല് ചെയ്യാനായിട്ട് AI ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പവർ ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഇങ്ങനെ മിന്നി കത്തുന്ന ഇവരുടെ സ്വന്തമായിട്ടുള്ള 4 ആക്സ് അസിസ്റ്റന്റ് ഉണ്ട്. ഏകദേശം ഒരു ചാറ്റ് GPT ഒക്കെ പോലെ. ഡിവൈസ് IP64 റേറ്റഡ് ആണ്. iOS 15 അല്ല, XOS 15 ഈ ഒരു സോഫ്റ്റ്വെയർ. നല്ലപോലെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിഷ്വൽസിലായാലും ആനിമേഷൻസിലായാലും. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ഇതിനൊരു കസ്റ്റം തീം കൊടുത്തിട്ടുണ്ട്. ഐക്കൺസ് ഒക്കെ ഒരു ഗെയിമിംഗ് സെൻട്രിക് ആണ് ഇതിൽ. ഈവൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നിന്നും മെയിൻ വാൾപേപ്പറിലേക്കൊക്കെ വരുമ്പോഴുള്ള ട്രാൻസിഷൻസും നല്ലപോലെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് ആപ്പിൽ അല്ലാതെ പുറമെ AI നോട്ട്സും AI സമ്മറൈസും കോളിലുള്ള ട്രാൻസ്ലേഷൻസ്, സർക്കിൾ ടു സെർച്ച് പോലെയുള്ള പരിപാടികളും XOS 15 2 കൊല്ലത്തെ OS അപ്ഡേറ്റ്സ്, 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടോ? ചില ഗെയിമുകളൊക്കെ ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. 2 കളേഴ്സിലാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ RGB ലൈറ്റുള്ള മോഡൽ വേണമെങ്കിൽ ഈ ബ്ലാക്ക് വേരിയൻറ്റിലേ കിട്ടുള്ളൂ. വൈറ്റ് വേരിയൻ്റ് ഉണ്ട്, അതിൽ വൈറ്റ് LED ആണ്. നത്തിങ് ഫോണിൻ്റെ ഒക്കെ ആ ഒരു ബാക്ക് പോലെ തോന്നും. ഇനി പ്രൈസ് 8GB 256 24,999, 12GB 256 26,999. പക്ഷേ അണ്ടർ 25K ഫോണായിട്ട് മാറും. എന്തോ 2000 രൂപയുടെ ഓഫർ ഉള്ളതുകൊണ്ട്. സോ സ്റ്റാർട്ടിംഗ് പ്രൈസ് 22,999 കൂട്ടിക്കോ, ഓഫർ ഉൾപ്പെടെ. ആൻഡ് ഈ പ്രൈസിന് ഇതിനെ ജഡ്ജ് ചെയ്യുവാണെങ്കിൽ പോരായ്മകൾ എടുത്തു പറയാനായി. ഗെയിമിംഗ് ഫോൺ ആണ് എന്ന് പുറമെ കാണുന്നതിൽ തോന്നിപ്പിക്കുമെന്നല്ലാതെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഓൾറൗണ്ടർ ഫോൺ ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ബട്ട് ക്യാമറയിൽ ഫോട്ടോസ് ലേശം കൂടി ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ ഗെയിമേഴ്സിന് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ഓൾറൗണ്ടർ ഫോൺ ആവും. ആൻഡ് ക്യാമറ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്ഡേറ്റിലൂടെ. കാരണം വീഡിയോ പെർഫോമൻസ് നല്ലതാണെന്ന് കണ്ടു. ആൻഡ് ഗെയിമിംഗ് ഫോണാണ്, ബട്ട് ഹെഡ്ഫോൺ ജാക്കിൻ്റെ മിസ്സിംഗ് ഉണ്ട്. Type-C അഡാപ്റ്റർ മേടിക്കാം. ഇതല്ലാതെ എനിക്ക് കാര്യമായിട്ട് ഈ ഫോണിൽ, പ്രത്യേകിച്ച് ഈ പ്രൈസ് നോക്കുമ്പോൾ, ഈ പ്രൈസിൽ മറ്റ് ഫോണുകൾ കൊടുക്കാത്ത പല സാധനങ്ങളും, വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, NFC, ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 1.5K റെസൊല്യൂഷനിൽ 144 Hz ഡിസ്പ്ലേ, ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള റാമും റോമും, ഫാസ്റ്റ് ചാർജിങ്, ചാർജർ, FM റേഡിയോ, IR ബ്ലാസ്റ്റർ. സോ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു പ്രൈസിനും ഡെഫിനറ്റ്ലി വെർത്ത് ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.